ഈ ഒരു വ്ളോഗിംഗ് കിറ്റിൻ്റെ അകത്തൂടെയുള്ള ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. ഫാനൊക്കെ നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത്യാവശ്യം നോയ്സ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എങ്ങനെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റാണ്, കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലത് ടൈഗോഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മിനി വ്ളോഗിംഗ് കിറ്റാണ്. ഏകദേശം 599 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ആമസോണിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്, കാരണം ഇതിന് 599 രൂപ പ്രൈസ് വരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രൈപോഡ് വരുന്നുണ്ട്, പിന്നെ LED ഫ്ലാഷ് വരുന്നുണ്ട്, പിന്നെ മൈക്ക് വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിൻ്റെ അകത്താണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ള ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മൈക്ക് വരുന്നുണ്ട്, പിന്നെ റിമോട്ട് കൺട്രോളർ വരുന്നുണ്ട്, പിന്നെ ട്രൈപോഡ് വരുന്നുണ്ട്, പിന്നെ ഒരു LED ഫ്ലാഷ് വരുന്നുണ്ട്, പിന്നെ സ്മാർട്ട് ഫോൺ ഹോൾഡറും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു സാധനം കൂടെ വിട്ടുപോയി, നമ്മുടെ മൈക്കും മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നോരോന്ന് എടുത്ത് സെറ്റ് ചെയ്യുന്ന വഴിക്ക് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ട്രൈപോഡ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഗൺ സെറ്റപ്പിലാണ് ഈ ഒരു സാധനം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയല്ലാണ്ട് ഇങ്ങനെയും നമുക്കിത് സെറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കാനും കാര്യങ്ങൾ പറ്റും. ആ സമയത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ് ഫോൺ വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയല്ല, ഞാൻ തൽക്കാലം ഈ ഒരു രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രൈപോഡ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ഈ ഒരു മോഷനൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയും കണ്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്കിനി മൊബൈൽ ഫോണിൻ്റെ ഹോൾഡർ വെക്കേണ്ടതായിട്ടുണ്ട്. ഹോൾഡർ എടുക്കുക, ഈ ഒരു പോർഷൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് അടിയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹോൾഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഹോൾഡറിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഈ ഒരു പോർഷൻ്റെ അകത്ത് അത്യാവശ്യം ലോക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. താഴെയുണ്ട്, മേലോട്ട് അങ്ങനെ വലിയ രീതിയിൽ കാണുന്നില്ല. ഫോൺ താഴെ വീണ് പോകുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ലാസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പം ഇതിൻ്റെ മേലെയാണ് നമ്മുടെ LED ഫ്ലാഷ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാഷ് എന്ന് പറയുന്നത്. ഏകദേശം 6.5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസസ് എന്ന് പറഞ്ഞാൽ. എത്രത്തോളം ബ്രൈറ്റ് ഇത് ഉണ്ടാവും എന്നുള്ള നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചാർജിങ്ങിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. 3 ബാറ്ററീസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺ ഓഫ് ബട്ടൺ ഇവിടെ പുറകിലായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം LEDs ഉണ്ട് തോന്നുന്നു. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ട്രൈപോഡിൻ്റെ മേലെ സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പോർഷനാണ് ഇതിൻ്റെ മേലെ വന്നിട്ടുള്ളത്. ജസ്റ്റ് ട്രൈപോഡ് എടുക്കുക, ഹോൾഡറിൻ്റെ മേലെ ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ലൈറ്റും ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെക്കേണ്ടത് നമ്മുടെ മൈക്കും കൂടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ലൈറ്റ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു പോർഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടേക്ക് വെക്കുക, എന്നിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗിംഗ് കിറ്റ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇളകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്തൊരു കേബിളും കൂടി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് TRS to TRRS കേബിളാണ്. ഈ 3 പിന്ന് പോലെ കാണിക്കുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ മൈക്കിൻ്റെ പുറകിലായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേബിളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അതുപോലെ ഈ ലൈറ്റ് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫോൺ കണക്ട് ചെയ്തിട്ട് ഞാനിവിടെയുള്ള ബാക്കി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മൈക്കിൻ്റെ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും, അതുപോലെ ഈ ലൈറ്റിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് ഫസ്റ്റത്തെ മോഡാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ക്ലിയർ ഉണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോണിൽ. ഇതിൽ നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൈക്കിൻ്റെ അകത്തൂടെയാണ്. ഈ വ്ളോഗിംഗ് കിറ്റിൻ്റെ 599 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഈ ഒരു വ്ളോഗിംഗ് കിറ്റിൻ്റെ അകത്തൂടെയുള്ള ഓഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ മേലെ ഫാനൊക്കെ നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത്യാവശ്യം നോയ്സ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഞങ്ങൾക്ക് ബ്രൈറ്റ്നസ് ഒന്ന് 2ാമത്തെ മോഡിൽ ഇട്ട് നോക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റ്നസ് ഉണ്ട്. ഈ ഇതിൽ നോക്കുന്ന സമയത്തും ഫേസ് അത്യാവശ്യം ക്ലിയർ ആവുന്നുണ്ട്. നമുക്ക് 3ാമത്തെ മോഡും കൂടി ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റാണ്, കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു ക്യാമറയിലൂടെ നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെളിച്ചം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി നമുക്ക് റീചാർജബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ റീചാർജബിൾ ആയിട്ടുള്ളൊരു ബാറ്ററി വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. എന്തായാലും ഈ ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു മൈക്കിലൂടെയുള്ള വോയിസ് അത്യാവശ്യം നല്ല രീതിക്ക് ക്ലാരിറ്റി ഉണ്ട്. കാരണം ഈ ഒരു സ്പീഡിൽ ഫാൻ ഇട്ടിട്ടും ഇതിൻ്റെ അകത്ത് കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൗണ്ട് ഇത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ലൈറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസും കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ ഒരു ഇഷ്യൂ പോലെ, അത് ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തേക്കുന്നതാണ് ഈ ഒരു പോർഷൻ. നമ്മുടെ ഫോൺ വെക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് ലോക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ താഴെ വീണ് പോകാൻ ചാൻസസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പിടിക്കുമ്പോഴൊന്നും വീണ് പോകുന്നില്ല. എന്നാലും കുറച്ച് ലോക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഓക്കെ ആയിരുന്നു. കാരണം ബാക്കിയുള്ള ട്രൈപോഡ്സിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെ വരുന്നില്ല. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക്
ഒരാൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോട്ടിൻ്റെ ഈ ഒരു വ്ളോഗിങ് കിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം.